നമസ്കാരം. കാഷ് ഫോർ ക്യൂറി അഥവാ ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും മുൻ എംപിയുമായ മഹുവ മൊയ്ത്രയുടെ ഔദ്യോഗിക വസതിയിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് CBI എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. ചോദ്യത്തിന് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് CBI മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. നേരത്തെ ഈ ആരോപണത്തിൽ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാഴ്ച രാജ്യം കണ്ടതാണ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ട് പിന്നാലെയാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തത്. അദാനി ഗ്രൂപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി വ്യവസായിയായ ദർശൻ ഹിരാനന്ദാനിയുമായി ചേർന്ന് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നതാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിനിവർ ഉപഹാരങ്ങളും പണവും മറ്റും ദർശൻ ഹിരാനന്ദാനിയിൽ നിന്നും വാങ്ങിയിരുന്നു എന്നുകൂടി കണ്ടെത്തിയിരുന്നു. മഹുവയുടെ മുൻ പങ്കാളിയായിരുന്ന ആനന്ദ് ദെഹാദ്രിയും BJP MP ആയ നിഷികാന്ത് ദുബെയും ചേർന്നായിരുന്നു ഈ പരാതി ഉന്നയിച്ചത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പാർലമെന്റിലെ എത്തിക്സ് കമ്മിറ്റി പരിശോധന നടത്തിയത്. ലോക്സഭാ അംഗത്വം നഷ്ടമായതിന് തൊട്ടു പിന്നാലെ മഹുവയ്ക്ക് ദില്ലിയിലെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ ഒഴിയേണ്ടി വന്നിരുന്നു. എന്തായാലും മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് മഹുവ മൊയ്ത്ര. ഇപ്പോൾ ഇടക്കാലത്ത് ഇരുവരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് മഹുവ മൊയ്ത്രയ്ക്ക് അവരുടെ മുൻ മണ്ഡലമായിരുന്ന കൃഷ്ണനഗർ തന്നെ മമതാ ബാനർജി നൽകിയിട്ടുണ്ട്. അതിനർത്ഥം ഇരുവരും തമ്മിൽ ഇപ്പോൾ നല്ല സ്വരച്ചേർച്ചയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്. എന്തായാലും നിലവിൽ മഹുവ മൊയ്ത്രയുടെ വീടുകളിലും ഓഫീസുകളിലും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഈ റെയ്ഡ് CBIയുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഇനി എപ്പോഴായിരിക്കും മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാകുക എന്ന വലിയ ആശങ്ക തൃണമൂൽ കോൺഗ്രസിനുമുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.